ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കെമിസ്ട്രി ആണ് എടുക്കാൻ പോണത്. കെമിസ്ട്രിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആറ്റം, ആറ്റത്തിനെ കുറിച്ച് ആറ്റത്തിനെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ എന്തൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ മാസും കാര്യങ്ങളും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ആറ്റം, അതായത് ഏറ്റവും സ്മോളസ്റ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം എന്താണ്? ഇൻഡിവിസിബിൾ ആണ്. പിന്നെയും ആറ്റത്തിന് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ആറ്റത്തിൽ മെയിൻലി 3 പാർട്ടിക്കിൾസ് ആണുള്ളത്. ഏതൊക്കെയാ? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള നിശ്ചിത എനർജി ലെവലുള്ള ഓർബിറ്റുകളാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഞാനൊന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഓർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 തിയറീസ് നോക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അതിലൊന്നാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. അതിന് അപ്പോൾ പറയുമ്പോൾ എന്താണ്? ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപോസിബിൾ ടു മെഷർ ഓർ കാൽക്കുലേറ്റ് എക്സാക്ട്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അതായത് എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും, പ്രവേഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ ഇലക്ട്രോൺ കൃത്യമായിട്ട് എവിടെയാണ്, എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ എക്സാക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ സ്ഥാനവും അതേപോലെ അതിൻ്റെ പ്രവേഗവും അല്ലെങ്കിൽ വേഗവും അളക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് ആര് പറയണത്? ഹെയ്സൻബർഗ്സിൻ്റെ അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനം, അതിൻ്റെ പൊസിഷൻ, അതേപോലെ അതിൻ്റെ വെലോസിറ്റി, പ്രവേഗം, ഇത് രണ്ടും എന്താണ്? കൃത്യമായിട്ട് അളക്കാനായിട്ട് പറ്റില്ല. Impossible to measure or calculate exactly both the position and velocity of electron. ഇതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേറെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോണിന് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ടായിരിക്കില്ല. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടം നമ്പർ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ 2 പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനവും പൊസിഷനും സ്ഥാനവും പ്രവേഗവും വേഗവും നമുക്ക് അളക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ടായിരിക്കില്ല എന്ന്. 2 ആൾക്ക് ഒരേ അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല, കൃത്യമായിട്ടുള്ള ഒരേ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരേ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയില്ലേ? എല്ലാവരും നമ്മൾ ഒരേ ഫിംഗർ പ്രിൻറ്റ് ആർക്കും ഉണ്ടായിരിക്കില്ല എന്ന് പറയില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്? ഓരോ ഇലക്ട്രോണിനും അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടെന്ന്. അപ്പോൾ 2 ഇലക്ട്രോണുകൾക്ക് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പർ ഉണ്ടായിരിക്കില്ല. അതാണ് പോളീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ബൗസ് പ്രിൻസിപ്പിൾ. ഓഫ് ബൗസ് പ്രിൻസിപ്പിൾ. ഇതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഓർബിറ്റിൽ ഫില്ല് ചെയ്ത് വരുന്നത് എനർജി കുറഞ്ഞെന്ന് കൂടിയതിലേക്കാണെന്ന്. ഇലക്ട്രോൺ ഫീൽഡ് ലോവസ്റ്റ് എനർജി ഓർബിറ്റൽ ടു ഹയസ്റ്റ് എനർജി ഓർബിറ്റൽ. എനർജി ലെവല് കുറഞ്ഞിട്ടുള്ള ഓർബിറ്റിൽ നിന്ന് കൂടിയതിലേക്കാണ് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരാമെന്നാണ് ഓഫ് ബൗസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഈ 3 അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, പിന്നെ ഓഫ് ബൗസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നോക്കാം. ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായിട്ടുള്ള അവസ്ഥേനെ വിവരിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മളുടെ ഒരു അഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ? അതേപോലത്തെ കൃത്യമായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ ആ ഒരു അവസ്ഥേനെ
വിവരിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ വിവരിക്കുന്ന ആ ഒരു നമ്പറാണ് എന്ത് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്. ക്വാണ്ടം നമ്പർ പ്രധാനമായിട്ടും 4 എണ്ണം. ഈ 4 നമ്പേഴ്സും കൂടിയിട്ടാണ് ഒരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോണെ കുറിച്ച് പറയുമ്പോൾ ഈ 4 നമ്പേഴ്സ് ഉണ്ടാവും അതിന്. അപ്പോൾ ഒന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തത് അസിമ്യൂത്തൽ AZIMUTHAL അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ, മൂന്നാമത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമത്തത് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പം ഇങ്ങനെ ഈ 4 നമ്പേഴ്സ് കൂടിയതാണ് ക്വാണ്ടം നമ്പർ. ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ഐഡൻറ്റിറ്റി പറയാം. അപ്പോൾ അതിലൊന്നാമത്തത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സ്മോൾ ലെറ്റർ N എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ന്യൂക്ലിയസിൽ നിന്നും ഈ ഇലക്ട്രോണിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് അത് കാണിക്കുന്നത്. ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണിൻ്റെ ഡിസ്റ്റൻസ് ആണ് അത് കാണിക്കുന്നത്. അത് KLMN അങ്ങനെ 4 ഷെല്ലുകളുണ്ട്. K ഷെല്ലിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത്. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാലോ കുറച്ചും കൂടി മകലെ, M ആണെങ്കിൽ കുറച്ചും കൂടി മകലെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇനി കേക്കാണ് ഏറ്റവും എനർജി ലെവൽ കുറവ്. അവിടെ നിന്ന് പിന്നെ L, M, N ഒക്കെ പോകുമ്പോൾ എന്താണ് എനർജി ലെവൽ കൂടി വരും. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ N ആണ്. അത് കാണിക്കുന്നത് എന്താണ് ഒരു ഇലക്ട്രോണ് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി രണ്ടാമത്തത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ. അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഷെല്ലുകൾ അല്ലെങ്കിൽ ഈ ഓർബിറ്റുകളെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയാം. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജി ലെവലുള്ള പ്രത്യേക എനർജി ലെവലുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുക. അതിന് തന്നെയാണ് ഷെല്ലെന്ന് പറയുക. ആ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, പിന്നെയും സബ് ഷെല്ലുകളുണ്ട്. പിന്നെയും എന്താണ് സബ് എനർജി ലെവലുകളുണ്ട്. ആ സബ് ഷെല്ലുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് എന്ത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ. ആ സബ് ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ആ സബ് ഷെല്ലിന് പറയുന്ന വേറെ പേരാണ് ഓർബിറ്റൽ. മറ്റേത് ഓർബിറ്റ്, ഇത് ഓർബിറ്റൽ. ഷെല്ല് ഓർബിറ്റ്, സബ് ഷെല്ല് ഓർബിറ്റൽ. ആ ഓർബിറ്റലിനെ അല്ലെങ്കിൽ സബ് ഷെല്ലിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ. ഇത് സ്മോൾ ലെറ്റർ L കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അത് 0 ആണെങ്കിൽ S എന്ന് പറയുന്ന സബ് ഷെല്ല്, അത് 1 ആണെങ്കിൽ P എന്ന് പറയുന്ന സബ് ഷെല്ല്. സബ് ഷെല്ലുകളുടെ പേരാണ് പറയണത് കേട്ടോ. 2 ആണെങ്കിൽ D എന്ന് പറയുന്ന സബ് ഷെല്ല്, 3 ആണെങ്കിൽ F എന്ന് പറയുന്ന സബ് ഷെല്ല്. ആകെ 4 സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക ഏതെടുത്താലും, S, P, D, F. അപ്പോൾ ഈ L എന്ന് പറയുന്നത്, അതായത് അസിമ്യൂത്തൽ ക്വാണ്ടം നമ്പർ L എന്ന് പറയുന്നത് 0 to 3 വരെയാണ് വരിക. 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D, 3 ആണെങ്കിൽ F. ഇനി വരുന്നത് എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ എന്താണ് ആ സ്ഥല ക്രമീകരണത്തിനെയാണ് കുറിച്ച് പറയണത്. ആ ഇലക്ട്രോണിൻ്റെ സ്ഥല ക്രമീകരണത്തിനെ കുറിച്ചാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയണത്. അത് M കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് +1 -1 ആവാം. ഇനി നാലാമതാണ് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രോണിൻ്റെ ഇൻറ്റേർണൽ സ്പിന്നിനെ അല്ലെങ്കിൽ എന്താണ് അത് സ്വയം കറങ്ങുന്ന ദിശ, അത് എന്താണ് ഒരു ഓർബിറ്റലിൽ കൂടെ കറങ്ങുന്നുണ്ട്. അത് കൂടാണ്ട് അതിനും ഒരു കറക്കുണ്ട്. ഭൂമിയുടെ കഥ പറയണ പോലെ ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം അതും കൂടെ കറങ്ങുന്നുണ്ടല്ലോ. അതേപോലെ ആ ഇലക്ട്രോണിൻ്റെ സ്വയം കറങ്ങൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്പിന്നിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് MO SO ആവാം. അത് +2 അല്ലെങ്കിൽ -2 ആണ് അതിൻ്റെ വാല്യൂസ് വരിക. അപ്പോൾ ഈ 4 എണ്ണം കൂടിയതാണ് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയണ വേറെ റൂളാണ് ഹൺസ് റൂള്. HUND_S ഹൺസ് റൂള്. ഹണ്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നുള്ള റൂള്. ഹൺസ് മാക്സിമം മൾട്ടിപ്പിൾ റൂള്. ഹണ്ട് മാക്സിമം മൾട്ടിപ്പിൾ റൂള്. ഹണ്ട് റൂൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ
PDF എന്ന് പറയുന്ന സബ്ഷെല്ലുകളിൽ, S ഇല്ല, PDF എന്ന് പറയുന്ന സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പെയറിങ് നടക്കുന്നില്ല. എപ്പോൾ വരെ? ഒരു ഇലക്ട്രോണിന് ഒരു പാരലൽ സ്പിന്ന്, പാരലായിട്ട് അതിനൊരു കറക്കാനും സ്പിന്ന് വരുന്നത് വരെ അതെന്ത് ചെയ്യുന്നില്ല, അവർ ഇലക്ട്രോൺ പെയറിങ് അവിടെ നടക്കുന്നില്ല. ഏതൊക്കെ സബ്ഷെല്ലുകളിൽ? PDF-ൽ. അതാണ് ഹണ്ട് റൂൾ പറയുന്നത്. ഹണ്ട് റൂൾ എന്താ പറയണത്? ഒരു ഇലക്ട്രോണുകൾക്ക് പാരലൽ സ്പിന്ന് വരുന്നത് വരെ PDF എന്ന് പറയുന്ന സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ പെയറിങ് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ റൂളുകൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റേറ്റ് ഇന്നർ റൂള് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. പിന്നെ ക്വാണ്ടം നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വാണ്ടം നമ്പർ എന്താണ്? ക്വാണ്ടം നമ്പർ അത് ഇലക്ട്രോണിൻ്റെ ആ ഒരു അവസ്ഥേനെയാണ് പറയുന്നത്. അത് 4 ടൈപ്പ് ഉണ്ട്, ഇന്നതൊക്കെയാണ്. അതും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി നോക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനർജി എമിറ്റഡ് ഫ്രം എനി സോഴ്സ് ഇൻ വിച്ച് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓസിലേറ്റഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ടു ലൈറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ഇലക്ട്രിക് ആയിട്ട് അതേപോലെ തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന്, ഇലക്ട്രിക്കും മാഗ്നറ്റിക് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് എമിറ്റ് ചെയ്യണത്? പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ മാഗ്നറ്റിക് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന എനർജി പെർപെൻഡിക്കുലർ ആയിട്ട് വരികയും അത് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ, അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെയാണ് എന്ന് പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുക. സിംപിളി എന്താണ്? റേഡിയേഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കും ആണ് മാഗ്നറ്റിക്കും ആയിട്ടുള്ള സോഴ്സുകളായിരിക്കും. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് സോഴ്സിൽ നിന്നോ ആയിരിക്കും ആ എനർജി വരുന്നത്. പക്ഷെ അവർ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. രണ്ടുപേരും പെർപെൻഡിക്കുലർ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള റേഡിയേഷനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം കേട്ടോ. അതിലൊന്നാമത്താണ് വേവ് ലെങ്ത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, വേവ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏതെങ്കിലും 2 ക്രസ്റ്റുകളോ അല്ലെങ്കിൽ ട്രഫുകളോ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് പറയുക? വേവ് ലെങ്ത് എന്ന് പറയുക. അത് ഡിനോട്ട് ചെയ്യണത് എന്താ ലെറ്റർ? ലാംഡ. ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെ ലാംഡ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ ഒറ്റ സെക്കൻഡിൽ പാസ് ചെയ്യുന്ന വേവുകളുടെ എണ്ണം, അല്ലെങ്കിൽ എത്ര വേവ് പാസ് ചെയ്യും, അതിനെയാണ് എന്ത് പറയുക? ഫ്രീക്വൻസി എന്ന് പറയാം. മൂന്നാമത്തത് ആംപ്ലിറ്റ്യൂഡ്. ഒന്നുകിൽ ക്രസ്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിലോ ആ ട്രഫിൻ്റെ ഹൈറ്റ്. ക്രസ്റ്റിന് മുകളിലേക്കുള്ള വേവ് പഠിച്ചിട്ടില്ലേ നമ്മൾ ഫിസിക്സിൽ? ആ ക്രസ്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ട്രഫിൻ്റെ ഹൈറ്റ്, ഇതിനെയാണ് എന്ത് പറയുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യണത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേവ് നമ്പർ. വേവ് നമ്പർ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ, ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര വേവ് ഉണ്ട്? നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്ത്. ഇനി നെക്സ്റ്റ് വരുന്നത് വെലോസിറ്റി. ലീനിയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരൊറ്റ സെക്കൻഡിൽ ആ വേവ് പാസ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് പറയണത്? വെലോസിറ്റി എന്ന് പറയണത്. ഒരൊറ്റ സെക്കൻഡിൽ ലീനിയർ ആയിട്ട് അത് പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് സ്മോൾ v. അപ്പോൾ ഇതൊക്കെയാണ് വേവിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വേവ് ലെങ്ത്ത്, ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് നമ്പർ, വെലോസിറ്റി. വേവ് പോലെ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഉള്ള 2 ടേംസ് ആണ് ഫോട്ടോണും ക്വാണ്ടവും.
ഫോട്ടോൺ, പ്രോട്ടോൺ അല്ല, ഫോട്ടോൺ, PHOTON, ഫോട്ടോണും ക്വാണ്ടവും. അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്നത് ദ സ്മോളസ്റ്റ് പോക്കറ്റ് ഓഫ് എനർജി ഓഫ് എനി റേഡിയേഷൻ ഈസ് കോൾഡ് ക്വാണ്ടം. അതായത് ക്വാണ്ടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ATP, എനർജി പോക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് എനർജിയുടെ ഏറ്റവും ചെറിയ സ്റ്റോറേജ്, അതിനെയാണ് എന്ത് പറയണത്, ക്വാണ്ടം എന്ന് പറയണത്. ഒരു ഏറ്റവും ചെറിയ സ്റ്റോറേജ് ഫോമിലുള്ള എനർജി, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ഓഫ് എനർജി എന്നൊക്കെ പറയാം. അതിനെയാണ് എന്ത് പറയുക, ക്വാണ്ടം എന്ന് പറയുക. ആ പോക്കറ്റ് ഓഫ് സ്റ്റോറേജ് ലൈറ്റ് ആണെങ്കിൽ, ലൈറ്റ് എനർജിയുടെ ആണെങ്കിൽ എന്താണ്, അതിനെ ഫോട്ടോൺ എന്ന് പറയാം. ദ സ്മോളസ്റ്റ് പോക്കറ്റ് ഓഫ് എനർജി ഓഫ് എനി റേഡിയേഷൻ, ഏത് റേഡിയേഷൻ്റെയും ഒരു സ്മോൾ പോക്കറ്റ് ഓഫ് എനർജീനെയാണ് എന്ത് പറയുക, ക്വാണ്ടം എന്ന് പറയുന്നത്. അത് ലൈറ്റ് എനർജിയുടെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ഫോട്ടോൺ എന്ന് പറയും. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ മെയിനായിട്ട് 4 KLMN. അതുപോലെ സബ് ഷെല്ലുകൾ മെയിനായിട്ട് 4 SPDF. ഇത് ഓരോന്നിലുണ്ട്, Kലുണ്ട്, Lലുണ്ട്, Mലുണ്ട്, Nലുണ്ട്, SPDF സബ് ഷെല്ലുകളുണ്ട്. അപ്പോൾ ഇവരുടെ ഷേപ്പുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഇവരുടെ പേരുകൾ നോക്കാം. S എന്ന് പറയുന്നത് സ്ഫെരിക്കൽ, P എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. അങ്ങനെയാണ് അതിൻ്റെ പേര് വരുന്നത്. S സ്ഫെരിക്കൽ, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ഇങ്ങനെയാണ് അതിൻ്റെ പേരുകൾ വരിക. ഇനി S സ്ഫെരിക്കൽ അല്ല, ഷാർപ്പ്. S ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ഇനി ഇതിൻ്റെ ഷേപ്പാണ് പറയാൻ പോണത്. S എന്ന് പറയണത് ഷാർപ്പ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇനി ഇതിൻ്റെ ഷേപ്പുകൾ, ഇത് പേരാണ്. ഇനി ഷേപ്പിലാണ് S എന്ന് പറയുമ്പോൾ, എസിൻ്റെ ഷേപ്പ് എന്ന് പറയണത് സ്ഫെരിക്കലാണ്. വരച്ച് കാട്ടിത്തരാം കേട്ടോ. സ്ഫെരിക്കലാണ്. P എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ്, ഡംബലിൻ്റെ ഷേപ്പാണ്. D ക്ലോവർ ലീഫ് ഷേപ്പ്. F എന്ന് പറയുന്നത് ഇങ്ങനെ മൾട്ടി ലോബഡായിട്ട്, ക്ലോവർ ലീഫിനേക്കാളും മൾട്ടി ലോബഡായിട്ടാണ് നമ്മുടെ F വരുന്നത്. അതാണ് അതിൻ്റെ ഷേപ്പുകൾ. ജസ്റ്റ് അങ്ങനെ ഓർത്ത് വയ്ക്കാം. പേര് എന്ന് പറയുമ്പോൾ S ഷാർപ്പ്, അതിൻ്റെ ഷേപ്പാണ് എന്ത്, സ്ഫെരിക്കൽ ഷേപ്പ്. P എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പേര്, ഷേപ്പ് ഡംബൽ ഷേപ്പ്. D എന്ന് പറയുമ്പോൾ ഡിഫ്യൂസ് എന്ന് പേര്, ക്ലോവർ ലീഫ് ഷേപ്പാണ്. F എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പേര്, അത് മൾട്ടി ലോബ്ഡാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഷെല്ലിനെയാണ് എന്ത് പറയുക, ഓർബിറ്റ് എന്ന് പറയുക. അപ്പോൾ മെയിൻലി 4 ഷെല്ലാണുള്ളത്, KLMN. അപ്പോൾ ഓരോ ഷെല്ലിലും ഇത്ര ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക എന്നൊരു കണക്കുണ്ട്. ആ കണക്കിനുള്ളതാണ് ഈ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ. ഇപ്പോൾ Kൽ 2 ഇലക്ട്രോണുകളാണ്, Lൽ 8, Mൽ 18, Nൽ 32. അപ്പോൾ ഈ N എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണ്. K എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്, അത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷെല്ല്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഷെല്ലാണ് എന്ത്, K ഷെല്ല്. അത് കഴിഞ്ഞ് വരുന്നതാണ് L, M, N. അപ്പോൾ K എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ല്. അപ്പോൾ 2 × 1², അങ്ങനെ. L എന്ന് പറയുന്നത് എന്താണ്, 2ാമത്തെ, 2 × 2². M 2 × 3², N 2 × 4². അപ്പം അങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോ ഷെല്ലിലും എന്തുണ്ട്, സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലുകളാണ് SPDF. എസിൻ്റെ പേര് ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ഇതാണ് അതിൻ്റെ ഷേപ്പുകൾ വരുന്നത്. എസിന് സ്ഫെരിക്കൽ ഷേപ്പ്, Pക്ക് ഡംബൽ ഷേപ്പ്, Dക്ക് ക്ലോവർ ലീഫിൻ്റെ ഷേപ്പ്, Fന് മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പ്. നേരത്തെ പറഞ്ഞ അതിൻ്റെ പേരുകൾ, പിന്നെ ഇതിൻ്റെ ഷേപ്പ്, ഇതൊന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് ടേംസുകളാണ്. അതിൽ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെയും ന്യൂട്രോണിൻ്റെ എണ്ണത്തിൻ്റെയും സമ്മ്. ഇനി നമുക്ക് പുതിയതായിട്ട് നോക്കാനുള്ളത് ഐസോടോപ്സ്, ഐസോബാർ, ഐസോടോൺ, ഐസോ ഇലക്ട്രോണിക്.
അപ്പോൾ ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമാണ്. അതായത് ഒരേ ആറ്റം തന്നെയാണ്, അതിൻ്റെ പല ഫോമുകളാണെന്ന് മാത്രം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ തന്നെ മാസ് നമ്പർ 1 ഉള്ളതുണ്ട്, 2 ഉള്ളതുണ്ട്, 3 ഉള്ളതുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ തന്നെയാണ്, പക്ഷെ മാസ് നമ്പറിലുള്ള വ്യത്യാസം. അപ്പോൾ അവരൊക്കെ എന്താണ്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. പിന്നെ കാർബണിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർബൺ മാസ് നമ്പർ പലതുണ്ട് കാർബണിൻ്റെ, അപ്പോൾ ഐസോടോപ്പുകൾ. അപ്പോൾ അതാണ് ഐസോടോപ്പുകൾ. അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്, അതായത് സെയിം എലമെൻറ്റ് തന്നെയാണ്. ഇനി ഐസോ ബാർ എന്ന് പറയുമ്പോഴോ മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവർ ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് എലമെൻറ്റിന് സെയിം മാസ് നമ്പർ വന്നു, അങ്ങനെയുള്ളവരെ ഐസോ ബാർ എന്ന് പറയുന്നത്. ഐസോടോൺ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്താ, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഓരോ ഷെല്ലുകളിലും KLM എന്ന് പറഞ്ഞ ഷെല്ലുകൾ എത്ര ഇലക്ട്രോണുകൾ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മളവിടെ 2, 8, Kൽ 2, Lൽ 8, Mൽ 18 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും 8 ഇലക്ട്രോണുകളാണ് നമ്മൾ മാക്സിമം ഇടുള്ളൂ. ആ 8 ഇലക്ട്രോണുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഷെല്ലുകളും എന്തായി, സ്റ്റേബിളായി. അവർക്ക് സ്ഥിരത കൈവന്നു. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുമ്പോൾ എങ്ങനെയാണ്, ആ 8 ഇലക്ട്രോണുകൾ വെച്ചിട്ട് തന്നെയാണ് എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അറ്റോമിക് നമ്പർ 11 പറയുമ്പോൾ എന്താ അതിനർത്ഥം, അതിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം 11, ഇലക്ട്രോണിൻ്റെ എണ്ണം 11. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എന്ത് വേണം, ഇലക്ട്രോണിൻ്റെ എണ്ണം വേണം. അത് കിട്ടി, 11 എണ്ണം. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഇട്ടു, ആ 2 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്, 11ൽ 9 എണ്ണം ഉണ്ട്. അതിൽ Lൽ എത്ര എണ്ണം വരെ കൊള്ളാം, 8 എണ്ണം കൊള്ളാം. ബാക്കിയുള്ളത് Mൽ ഇട്ടു. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ഇങ്ങനെയാണ് വരിക. ഇനി ഓരോ ഷെല്ലിനും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സബ് ഷെല്ലുണ്ടെന്ന് പറഞ്ഞു. Kൽ ഒരു സബ് ഷെല്ലാണ് ഉള്ളത്, S മാത്രം. Lൽ Sഉം Pയും, Mൽ SP, D, Nൽ SP, D, F ഇങ്ങനെയുള്ള സബ് ഷെല്ലുകളാണ് ഉള്ളത്. അപ്പം ഈ S തന്നെ എല്ലാത്തിലും ഉണ്ട് അല്ലേ, S എല്ലാത്തിലും ഉണ്ടാകുമ്പോൾ ആരുടെ S ആണെന്ന് നമുക്കറിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നമ്പർ കൊടുക്കും. കണ്ട, K ഒന്നാമത്തെ ഷെല്ലാണ്, ഒന്നാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 1S, രണ്ടാമത്തെ ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 2S, അതിൽ P ഉള്ള കാരണം 2P. അപ്പം ഈ 1, 2, 3, 4 എന്ന് കാണിക്കുന്നത് എന്താണ്, അത് എത്രാമത്തെ, K ഉള്ളത് ഒന്നാമത്തെ, L രണ്ടാമത്തെ, M മൂന്നാമത്തെ, N നാലാമത്തെ ഷെല്ലുകളുടെ നമ്പറാണ് കാണിക്കുന്നത്. 2, 3, 4 ഇതിനെയാണ് ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതിങ്ങനെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ സോഡിയത്തിൻ്റെ 1s2 ഇതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുക. ഒന്നാമത്തെ Kയുടെ ഷെല്ലിൽ S എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ 2 എണ്ണം, അതായത് ഓരോന്നിലും ഇത്ര ഫിക്സഡ് നമ്പർ ഇലക്ട്രോൺസൊക്കെ ഉള്ളൂന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. D10, F14, P6, S2 അങ്ങനെ തന്നെയാണ് എഴുതുക. മറ്റോടത്ത് ഇത്ര കൊള്ളുമെങ്കിലും നമ്മൾ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്താണ് 8 വരെ ഇടാറുള്ളൂ എന്ന് മാത്രം. അപ്പോൾ എഴുതാം. അപ്പോൾ Sൽ 2 എണ്ണം, വീണ്ടും S തന്നെയാണ് വരിക. അടുത്ത നെക്സ്റ്റ് S അല്ലേ, അതിൽ 2 എണ്ണം, പിന്നെ Pയിൽ 6 എണ്ണം കഴിഞ്ഞു. അടുത്ത പിന്നെ Mൻ്റെയിൽ Sൽ 2 എണ്ണം. അപ്പോൾ ഇത് മറ്റേ ഷെല്ലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇത് സബ് ഷെല്ല് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും. ഇവിടെ ഇടയിൽ കോമിയൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. ഇതാണിത്. സബ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഇടുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ ഷെല്ലിൻ്റെ കഥ പറഞ്ഞ പോലെ എനർജി കുറഞ്ഞേന്ന് കൂടിയിരിക്കുകയാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോഴും ഇപ്പം നോക്കിയാൽ 1s, 2s, 2p, 3s, 3p വരെ ഓക്കെയാണ് അല്ലേ. അത് കഴിഞ്ഞ് 3D അല്ല 4s ആണ് വന്നിരിക്കുന്നത്. 4s കഴിഞ്ഞിട്ടാണ് 3D വന്നിരിക്കുന്നത്. അപ്പം അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4sനേക്കാളും എനർജി കൂടുതലാണ് 3Dക്ക്.
അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ടും ഇതുപോലെ വ്യത്യാസപ്പെട്ട ഓർഡറുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എഴുതാനൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇത് മാത്രമേ വരുള്ളൂ. 3Dയിൽ വരെ ഇടാനുള്ളത് മാത്രമേ നമുക്ക് അഥവാ കോൺഫിഗറേഷനൊക്കെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാലും വരുള്ളൂ. അപ്പോൾ ഈ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കുക. 1S 2S 2P 3S 3P കഴിഞ്ഞാൽ 4S കഴിഞ്ഞിട്ട് വേണം 3D ഇടാനായിട്ട്. പിന്നെ വേറെ രണ്ടെണ്ണത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുകയാണ്. ആദ്യത്തേത് ഷെല്ലിൻ്റെയും രണ്ടാമത്തേത് സബ് ഷെല്ലിൻ്റെയും. കാൽസ്യം കണ്ട, കാൽസ്യത്തിൽ 20 ഇലക്ട്രോണുകളുടെ എണ്ണം, അറ്റോമിക് നമ്പർ 20, അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 20. അപ്പോൾ 2 കാലിൽ 2 ഇട്ടു, എല്ലിൽ 8 ഇട്ടു, പിന്നെ എമ്മിൽ 8 ഇട്ടു, പിന്നെ ബാക്കിയുള്ളത് എന്നിലിട്ടു, അപ്പോൾ 20 എണ്ണമായി. ഇവിടെയും അതുപോലെ തന്നെ കൊടുത്തു കണ്ട. എസ് വരെ ഓക്കെ, പിയിൽ 6 ഇട്ടു, ബാക്കിയുള്ളത് 4Sലിട്ടു. കാരണം 3D അല്ല ഇടേണ്ടത്, എവിടെയാണ് 4Sലാണ് ഇട്ടത്. 3Dയിൽ ഇടാത്തതിന് കാരണം എന്താണ്? 3Dക്ക് 4Sനേക്കാളും എനർജി കൂടുതലാണ്. ഇലക്ട്രോൺ എപ്പോഴും ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളും കൂടെ നിങ്ങളൊന്ന് നോക്കി നോക്കിട്ടാ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ 2 എക്സെപ്ഷണൽ കേസുകളുണ്ട്. അതാണ് ക്രോമിയം കോപ്പറും. അപ്പോൾ ക്രോമിയം കോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന ടൈമിൽ നിങ്ങൾ നോക്കി നോക്കി എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടാവും അല്ലേ? ഇപ്പം നോക്കിയാൽ 4Sൽ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. 4Sൽ 2 എണ്ണം വരെ കൊള്ളാം. ആ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 3Dയിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. പക്ഷെ നമ്മൾ ഒരെണ്ണം ഇട്ടിരിക്കണേ, പിന്നെയാണ് 3Dയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയിൽ ആകെ എത്ര എണ്ണം കൊള്ളും? ഡിയിൽ ആകെ 10 എണ്ണം കൊള്ളും. അപ്പോൾ ഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡിക്ക് 5ഓ 10ഓ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ പറ്റും. 5ഓ 10ഓ ഇലക്ട്രോണുകളെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ പറ്റും. അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസിൽ ഇവിടെ എഴുതി വരുമ്പോൾ എങ്ങനെയാണ് ശരിക്കും വരേണ്ടത്? 4S to 3D 4 എന്നാണ് വരേണ്ടത്. അപ്പോൾ 3D 4 എന്നാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് 5 ആവും. അപ്പോൾ ഇത് സ്റ്റേബിൾ കിട്ടും. അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കൊടുത്തിട്ടാണ് ഇങ്ങനെയായി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ മാറ്റം വരും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 4S to 3D 9 എന്നാണ് വരിക. അപ്പോൾ ഒരെണ്ണം കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവുന്നത് കൊണ്ട് 4S എന്ന് പറഞ്ഞതിന് എടുത്തിട്ട് 3Dയിലേക്ക് ഇട്ടിട്ട് 4S1 3D 10 ആയിട്ട് മാറും. അപ്പോൾ ഈ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. അതെന്തായാലും എക്സാമിന് ചോദിക്കാവുന്നതാണ്. ആ എക്സെപ്ഷണൽ കേസുകൾ ഞാൻ ഈ പറഞ്ഞ കഥ വെച്ചിട്ട് നിങ്ങൾ ഇത് എഴുതാൻ പോയാൽ തെറ്റും. പക്ഷേ ഇവിടുത്തെ കാരണങ്ങൾ ഇങ്ങനെയാണ്. കാരണം എന്താണ്? 5ലോ 10ലോ ഡിയിൽ 5 ഇലക്ട്രോണുകളോ 10 ഇലക്ട്രോണുകളോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി വരും. പകുതി ഇലക്ട്രോണുകളും അതിന് സ്റ്റേബിൾ ആവാൻ പറ്റും. അപ്പോൾ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാൻ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ ഫോർമുല എന്നിട്ട്. അപ്പോൾ കണ്ട CO2 കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിൽ 6 എണ്ണാണുള്ളത്. കാർബണിൽ ഓക്സിജനിൽ 8 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ മൊത്തം 6, ഒരു കാർബണിൽ 6 ഇലക്ട്രോണുകൾ, ഒരു ഓക്സിജനിൽ 8 എണ്ണം വെച്ച് 2 എണ്ണം. അപ്പോൾ എത്രയായി? 16 എണ്ണം. അപ്പോൾ 6 + 16 22 ഇലക്ട്രോണുകൾ. ഇനി CO3 2-. ഈ 2- എന്ന് കാണിക്കുന്നത് എന്താണ്? 2 ഇലക്ട്രോണുകൾ അതിന് ചാർജ് കൊണ്ട് കിട്ടിയെന്നാണ്. മൈനസ് ചാർജ് വന്നു കഴിഞ്ഞാൽ കിട്ടി എന്നും പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ പോയി എന്നുമാണ് അർത്ഥം. പ്ലസ് ചാർജ് ഇലക്ട്രോണുകളെ പ്ലസ് ചാർജ് കൊടുത്തു എന്നും മൈനസ് ചാർജ് വാങ്ങി എന്നുമാണ് അർത്ഥം. അപ്പോൾ CO3ക്ക് മാത്രം എങ്ങനെയാണ്? കാർബണിൻ്റെ 6 എണ്ണവും ഓക്സിജൻ്റെ 8 എണ്ണം. 8 × 3 അപ്പോൾ 24 എണ്ണം. 24 അപ്പോൾ കിട്ടിയിട്ടുണ്ട് 30 എണ്ണമായി. പ്ലസ് എന്താണ്? 2 എണ്ണം ചാർജ് കൊണ്ട് വന്നിട്ടുള്ള 2 എണ്ണം കൂടെ കൂട്ടിയിട്ട് 32 എണ്ണം. അപ്പോൾ ഇവിടെ ആദ്യം ലാസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഇവിടെ നോക്കുക എത്രയുണ്ടെന്നുള്ളത്. അപ്പോൾ കാർബണിൻ്റെ 6 എണ്ണം, ഓക്സിജൻ്റെ 8 എണ്ണം വെച്ച് അതുപോലത്തെ 3 ഓക്സിജൻ ഉണ്ടെന്നാണ് അർത്ഥം. 3 എണ്ണം. പിന്നെ ചാർജ് കൊണ്ട് വന്നിട്ടുള്ള 2 എണ്ണം. മൈനസ് ആണെങ്കിൽ എന്താണ്? കിട്ടി എന്നാണ് അർത്ഥം. ഇനി Mg2+ നോക്കി നോക്കിയേ. മഗ്നീഷ്യത്തിലാകെ 12 ഇലക്ട്രോണുകളാണുള്ളത്. പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പോയി എന്നാണ് അർത്ഥം. ഇലക്ട്രോണുകൾ 2 എണ്ണം നഷ്ടപ്പെട്ടു. -2 എന്നാണ് അർത്ഥം. അപ്പോൾ 12 - 2 അപ്പോൾ എത്രയായി? 10 ഇലക്ട്രോണുകൾ. അപ്പം ഇങ്ങനെയും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാട്ടാ.